ശബരിമല സ്വർണ്ണ കൊള്ളയിൽ കൈമാറിയ സ്വർണം കണ്ടെത്തി. ഗോവർദ്ധനിൽ നിന്നാണ് ഈ സ്വർണം കണ്ടെടുത്തിരിക്കുന്നത്. ഏതാണ്ട് ബെല്ലാരിയിൽ നിന്നും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തുകയായിരുന്നു. ഏതാണ്ട് 400 ഗ്രാമോളം സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ടെത്തിയെന്നാണ് നമുക്ക് റിപ്പോർട്ട്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഷബീദ്, എപ്പോഴാണ് ഈ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞത്? ബെല്ലാരിയിൽ നിന്ന് തന്നെയാണോ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 2 ദിവസമായി, അതായത് ഗോവർദ്ധന് ഈ സ്വർണം വിറ്റു എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് SIT സംഘം പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഗോവർദ്ധന്റെ സഹകരണത്തോടുകൂടി അന്വേഷണ സംഘം ഈ സ്വർണം കണ്ടെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 400 ഗ്രാമോളം സ്വർണം കണ്ടെടുത്തു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. അതായത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് അവിടെ വെച്ചുരുക്കി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയും കഴിഞ്ഞ് കൈമാറിയിട്ടുള്ള ആ സ്വർണം അവിടെ നിന്ന്, അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലേക്ക് എത്തി. ബാംഗ്ലൂരിൽ നിന്ന് ബെല്ലാരിയിൽ പോയി. ബെല്ലാരിയിൽ ഗോവർദ്ധനെ കണ്ടിത് വിൽപ്പന നടത്തി അതിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിൽ പോയി ഗോവർദ്ധന്റെ മൊഴി രേഖപ്പെടുത്തിയത്, ഗോവർദ്ധന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സ്വർണം ഇപ്പോൾ ഈ ബെല്ലാരിയിൽ നിന്ന് തന്നെ ഗോവർദ്ധന്റെ പക്കൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇനിയിപ്പോൾ സ്ഥിരീകരണ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. മാത്രമല്ല, ഇതിൽ ഏറ്റവും സുപ്രധാനമായ നീക്കമായി നമുക്കിതിനെ കാണാനും കഴിയും. അതായത് തെളിവെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരുന്നത്. ആ തെളിവെടുപ്പ് ഇപ്പോൾ പൂർണ്ണമായും നടന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഇനിയിപ്പോൾ കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്ന ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് വളരെ ധൈര്യമായി ഇക്കാര്യം പറയുകയും ചെയ്യാം. മാത്രമല്ല, ബെല്ലാരി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കും. മാത്രമല്ല, ഇത് ഈ 400 ഗ്രാം എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ഹൈദരാബാദിലടക്കം സ്വർണം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയെന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. നേരത്തെ ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതരത്തിൽ മൊഴിമാറ്റി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ സ്വർണം കൈമാറിയത് കൽപേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കൽപേഷിനെ കുറിച്ചടക്കം വിവരങ്ങൾ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിന് പിന്നാലെയാണ് ഗോവർദ്ധൻ, അതായത് സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന ഒരാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസം ബെല്ലാരിയിലാണ് ഈ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. ആ പരിശോധനയിലാണ് ഈ 400 ഗ്രാം സ്വർണം കണ്ടെടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ SIT നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. മാത്രമല്ല, ബെല്ലാരിയിൽ പരിശോധന തുടരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുമെന്ന തരത്തിലേക്കുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നതൊക്കെ. ഓക്കെ, അതിനിടയിൽ നമ്മുടെ അരുൺ പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്തത് ഈ ബെല്ലാരിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗോവർദ്ധൻ്റെ ജ്വല്ലറി പൂട്ടിക്കിടക്കുകയാണ് എന്ന് തന്നെയാണ്. അന്വേഷണത്തെ വഴിതിരിക്കാൻ വേണ്ടി പൂട്ടിയിട്ടതാണോ എന്നറിയില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഈ ബെല്ലാരി കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ഒരാളാണ് ഈ ഗോവർദ്ധൻ. കഴിഞ്ഞ ദിവസം, അതായത് 3 ദിവസം മുൻപാണ് SIT സംഘം ഇവിടേക്ക് എത്തി ഗോവർദ്ധനെ ചോദ്യം ചെയ്യുകയും അതേപോലെ തന്നെ ഈ ജ്വല്ലറിയിൽ പരിശോധന നടത്തേണ്ടത് ആവശ്യകത അടക്കം അയാൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നാലെ ഈ ജ്വല്ലറി പൂട്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ട ശേഷം ആ ജ്വല്ലറി പൂട്ടിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന വിവരം. അത് കറക്റ്റ് തന്നെയാണ്. മാത്രമല്ല, അവിടെ പരിശോധന അത് നടത്തിയിരുന്നു. അതായത് ആ ജ്വല്ലറിയിലടക്കം SIT സംഘം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് ഇത് കണ്ടെടുത്തത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം അതിന്റെ തൊട്ടടുത്ത് ബെല്ലാരിയിൽ തന്നെ അവരുടെ ജ്വല്ലറി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നഗരത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇയാൾ താമസിക്കുന്ന, ഇയാളുടെ വളരെ ആഡംബര ഒരു വീടുള്ളത്. അവിടെ നിന്നടക്കം അന്വേഷണ സംഘം പരിശോധന നടത്തിയതായി ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ശബരിമലയിൽ നിന്ന് കവർന്നെടുത്ത സ്വർണത്തിൽ കുറച്ചെങ്കിലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാനായി എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായി കണക്കാക്കാം. മാത്രമല്ല, അതിന് പിന്നാലെ ഇനിയും കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും. കേവലം 400 ഗ്രാം എന്നതിൽ മാത്രം അന്വേഷണ സംഘം ഇത് ഒതുക്കുന്നില്ല. കൂടുതൽ സ്വർണം അത് പോയി എന്നുള്ള കണ്ടെത്തലുണ്ട്. അപ്പോൾ അതെങ്ങനെ പോയി, അതെവിടെ പോയി, ആർക്കൊക്കെ അത് പങ്കിട്ടെടുത്തു, എത്ര രൂപയാണ് കിട്ടിയതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ വിവരം പുറത്തേക്ക് വരും. ഓക്കെ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഇനി ബംഗളൂരിൽ ഇപ്പോൾ SIT സംഘം ബംഗളൂർ നഗരത്തിലാണുള്ളത്. അവരവിടെ ബെല്ലാരിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ അന്വേഷണം നടത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.